പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. ഞാൻ ലയ, ഞാൻ എൽവി. ഞങ്ങളായിരിക്കും നിങ്ങളെ ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. നമസ്കാരം. പൂക്കളിൽ വർണ്ണം നിറച്ച് പുത്തനുടുപ്പിന്റെ ഗന്ധം പകർന്ന് ഓണസദ്യയും പായസമധുരവും ഓർമ്മിപ്പിച്ച് വീണ്ടും ഒരു ഓണക്കാലം എത്തിയിരിക്കുകയാണ്. ഒരു പിടി നല്ല ഓർമ്മകൾ മനസ്സിൽ നിറച്ചുകൊണ്ട് നിറവിടക്കും തുമ്പപ്പൂക്കളുമേന്തി നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്ദി കൂട്ടുകാരെ, നന്ദി. നമ്മുടെ ആഘോഷങ്ങൾക്ക് സ്വാഗതം ആശംസിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് യുവതലമുറയുടെ പ്രതീകമായ വീണ ടീച്ചറാണ്. സ്വാഗത പ്രസംഗത്തിനായി വീണ ടീച്ചറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നന്മയുടെയും സമൃദ്ധിയുടെയും സന്ദേശം പകർന്നുകൊണ്ട് വീണ്ടും ഒരു ഓണക്കാലം വന്നെത്തിയിരിക്കുകയാണ്. സമത്വത്തിന്റെയും സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും മഹത്തായ സന്ദേശം ഓണം നമുക്ക് നൽകുന്നു. പൂക്കളങ്ങളിലൂടെയും ഓണപ്പാട്ടുകളിലൂടെയും ഓണക്കളികളിലൂടെയും ഈ നല്ല ചിന്തകൾ നമുക്ക് ഊട്ടിയുറപ്പിക്കാം. ഇന്ന് ഈ ഓണാഘോഷത്തിൽ പങ്കുചേരാൻ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ ഓരോരുത്തരെയായി നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി ഈ സ്കൂളിന്റെ മാനേജരും നമ്മുടെ എല്ലാം പ്രിയങ്കരനുമായ റവറൻഡ് ഫാദർ ജോസഫ് മുണ്ടയ്ക്കൽ അച്ഛനെ സവിനയം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിന്റെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ പൂർണ്ണ പിന്തുണ നൽകുകയും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രിയങ്കരിയുമായ നമ്മുടെ പ്രിൻസിപ്പൽ റവറൻഡ് സിസ്റ്റർ സോബിയെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും താങ്ങും തണലുമായി നിലകൊള്ളുന്ന നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ സിസി ടീച്ചറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു സ്കൂളിന്റെ സുഗമമായ നടത്തിപ്പിന് PTA വളരെയധികം പങ്കുവഹിക്കുന്നു. ഈ അവസരത്തിൽ നമ്മുടെ PTA വൈസ് പ്രസിഡന്റ് ശ്രീമതി ബിൻസി തോമസിനെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. PTA പ്രസിഡന്റിന്റെ അഭാവത്തിലും സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ പിന്തുണ നൽകുന്ന PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന അധ്യാപകരെയും അനധ്യാപകരെയും രക്ഷിതാക്കളെയും പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഓണത്തിന്റെ
ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഹാബലി തമ്പുരാൻ തന്റെ പ്രജകളെ കാണാനെത്തുന്നു എന്നുള്ളതാണ്. നമ്മോടൊപ്പം ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കാനും ഓണസദ്യ കഴിക്കാനുമായി അദ്ദേഹം ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മഹാബലി തമ്പുരാനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കുക. അദ്ദേഹം നമ്മുടെ വേദിയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കുട്ടികളും അദ്ദേഹത്തിനൊരു നല്ല കയ്യടി കൊടുക്കുക. ഇന്നത്തെ ഈ ഓണാഘോഷം നമ്മുടെ എല്ലാ മനസ്സുകളിൽ സന്തോഷത്തിന്റെയും നല്ല ഓർമ്മകളുടെയും പൂക്കൾ വിരിയിക്കട്ടെ. ഒരിക്കൽ കൂടി ഏവർക്കും ഓണാശംസകൾ. നന്ദി. നന്ദി വീണ ടീച്ചർ. ഓണം വന്നാൽ നമ്മളെല്ലാം കേൾക്കുന്ന പാട്ടാണ് മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. അങ്ങനെ ഒരു നല്ല കാലത്തിന്റെ പ്രതീകമായ മാവേലി തമ്പുരാൻ മംഗളാരാമിലേക്ക് വരികയാണ്. നമ്മുടെ ഐക്യവും സ്നേഹവും ദർശിക്കുവാൻ ഇങ്ങോട്ട് തന്നെയാണ് തമ്പുരാൻ ആദ്യമായി എത്തുന്നത്. മാവേലി തമ്പുരാനെ വരവേൽക്കുവാൻ നമുക്ക് ഒരുങ്ങാം. മാവേലി ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചോ അതോ നാട്ടുകാരോട് ചോദിച്ചോ? വലിയ കയ്യടികളോടെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഓണപ്പുഞ്ചിരി മാവേലിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓണാഘോഷത്തിന്റെ ഏറ്റവും വലിയ അതിശയം മാവേലി ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നു. ഓണാഘോഷ ചടങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തിരിതെളിയിക്കൽ ആണ്. ഓണോത്സവം 2K25 എന്ന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായും ഓണ സന്ദേശം നൽകുന്നതിനുമായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസഫ് മുണ്ടിക്കലാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഉദ്ഘാടന ചടങ്ങിനായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ദീപം തെളിയിക്കുന്നതിനായി സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ സിസ്റ്റർ സോഫിയ, ടീച്ചേഴ്സ് റെപ്രസെന്റേറ്റീവ് ഷാൻഡി ടീച്ചർ, അഞ്ജു ടീച്ചർ, PTA വൈസ് പ്രസിഡന്റ് ശ്രീമതി മിൻസി തോമസ്, മാവേലി തമ്പുരാൻ എന്നിവരെ സ്നേഹാദരങ്ങളോട് ക്ഷണിക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റർ സോബി, പ്രിയ ബഹുമാനപ്പെട്ട PTA വൈസ് പ്രസിഡന്റ് ശ്രീമതി മിൻസി തോമസ്, നമ്മുടെ പ്രിയപ്പെട്ട മാവേലി, പ്രിയ ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, ഓണം ആഘോഷിക്കുവാനായി നാം ഇന്നിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. വളരെ മനോഹരമായ പൂക്കളം നിങ്ങളിവിടെ ഇട്ടു. എല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷത്തോടുകൂടെ ഈ പൂക്കളം ഇടുന്നത് ഓണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ്. പലതരത്തിലുള്ള പൂക്കള് ഇവിടെ ക്രമീകരിച്ചിരിക്കുകയാണ്. പൂക്കളുണ്ട്, ഇലകളുടെ മിശ്രിതമുണ്ട്. അങ്ങനെ വളരെ മനോഹരമായി ഈ പൂക്കളം ആയിരിക്കുകയാണ്. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, എല്ലാവിധ പൂക്കളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പൂക്കളം ഇടുക. എല്ലാ പൂക്കൾക്കും ഒരുപോലെ സ്ഥാനമാണ് ഓണത്തിന് നാം കൊടുക്കാറുള്ളത്. എല്ലാവരും ഒത്തൊരുമിച്ച് പൂക്കളമൊക്കെ ഇടുമ്പോൾ ഓണത്തിന്റെ ആഘോഷത്തിന് മാറ്റുകൂട്ടുകയാണ്. പൂക്കളത്തിന്റെ പ്രത്യേകത വട്ടത്തിലാണ് ഇടുക. കാരണം വട്ടത്തില് ആയാൽ ഒരു പ്രത്യേകതയുണ്ട്, അവിടെ എല്ലാവർക്കും സ്ഥാനം ലഭിക്കുകയാണ്. എല്ലാ പൂക്കൾക്കും ഒരുപോലെ സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വട്ടത്തിൽ തന്നെ ഇടുക. ഓണക്കളികള് ഒട്ടുമിക്ക കളികളും വൃത്താകൃതിയിലാണ്.
തിരുവാതിര നിങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഇന്ന് തിരുവാതിര കളിക്കുന്നില്ലേ? ഇല്ലേ? നിങ്ങളൊക്കെ കൂടുന്നില്ലേ തിരുവാതിരയ്ക്ക്? ആ തിരുവാതിരയും വൃത്താകൃതിയിലാണ്. അതുപോലെ തന്നെ ഊഞ്ഞാലാടുന്നത് എങ്ങനെയാ? ഒരർത്ഥവൃത്ത ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടി ഇങ്ങനെ ഒരു അർത്ഥവൃത്താകൃതിയിലാണ് ഊഞ്ഞാലാടുന്നത്. ഒട്ടുമിക്ക കളികളും അങ്ങനെ ഒരു വൃത്തത്വമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതൊക്കെ സൂചിപ്പിക്കുക എല്ലാവരെയും ഈ ഓണാഘോഷത്തിൽ ഉൾപ്പെടുത്തുന്നു എന്നതാണ്. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓണാഘോഷം ഭംഗിയായി നടക്കുകയാണ്. നിങ്ങൾ വളരെ ഒരുക്കത്തോടു കൂടിയാ വന്നത്. നല്ല വേഷങ്ങളൊക്കെ ധരിച്ച്, ചിലര് നല്ല മുണ്ടൊക്കെ ഉടുത്ത്, കസവ് മുണ്ടൊക്കെ ഉടുത്ത് വളരെ മനോഹരമായി വന്നിരിക്കുകയാണ്. മുല്ലപ്പൂവൊക്കെ ചൂടി വളരെ സുന്ദരിയായിട്ട് കൊച്ചുകുട്ടികള് തയ്യാറെടുത്ത് ഓണം ആഘോഷിക്കാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. എന്തിനാ ഇങ്ങനെ ഈ ഓണം ആഘോഷിക്കുന്നത്? മഹാബലിയെ അനുസ്മരിച്ചുകൊണ്ടാണ് നാം ഓണം ആഘോഷിക്കുന്നത്. മഹാബലി കള്ളവും ചതിയും ഒന്നുമില്ലാത്ത നല്ല നാള് സൃഷ്ടിക്കുന്ന ഒരു രാജാവ്, അസുര രാജാവ്. ആ രാജാവിനെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. എല്ലാവരും ഒരുപോലെയായി തീരുവാനായിട്ട്, എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നുപോയ ബലിയെ അനുസ്മരിച്ചുകൊണ്ടാണ് നാം ഓണം ആഘോഷിക്കുക. വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മൾ ഇത്ര ആഘോഷത്തിലൂടെ ഓണം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മനസ്സുകളിലൊക്കെ ആഗ്രഹമുണ്ട്, നന്മ ചെയ്യണം, നല്ലത് തന്നെ നാടിനുണ്ടാകണം, എല്ലാവരും കള്ളവും ചതിയും ഒന്നുമില്ലാതെ, ആരെയും വഞ്ചിക്കാതെ, ഉപദ്രവിക്കാതെ, പരസ്പരം സ്നേഹിച്ച് നന്മ പുലരുന്ന ഒരു നാളെ സ്വപ്നം കാണുന്നുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിലുള്ള ആഗ്രഹവും അത് തന്നെയാണ്. നമ്മൾ അത് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓണം ഇങ്ങനെ ആഘോഷിക്കുന്നതിന് കാരണം തന്നെ. ആരെയും പേടിക്കാതെ, ആരെയും ഉപദ്രവിക്കുകയില്ല, എല്ലാവരും സ്നേഹിക്കുകയുള്ളൂ, നന്മ ചെയ്യുകയുള്ളൂ എന്ന ചിന്തയാണ് ഉള്ളതെങ്കിൽ എത്ര മനോഹരമായിരുന്നു നമ്മുടെ ലോകം. നമുക്ക് അങ്ങനെയാണെങ്കിൽ പൂട്ടിന്റെ ആവശ്യമില്ല. താഴിട്ട് പല വീടുകളും പൂട്ടുന്നതിന് കാരണം എന്നാ? കള്ളനെ പേടിച്ച. കള്ളനൊന്നുമില്ലെങ്കിൽ പൂട്ടിന്റെ ആവശ്യമുണ്ടോ? ആരും ഉപദ്രവിക്കുകയില്ല, എല്ലാരും നന്മ ചെയ്താ പോകുന്നെങ്കിൽ ഒന്നിനെയും പേടിക്കേണ്ടതായ ആവശ്യമില്ല. വളരെ ശാന്തമായി സന്തോഷമായി കഴിയാം. എത്ര സ്വർഗമായ ജീവിതമാകും അപ്പോൾ. നമ്മുടെയൊക്കെ മനസ്സിൽ അങ്ങനെയുള്ളൊരു രാജ്യം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എത്രമാത്രം ആഗ്രഹിച്ചാലും നമ്മൾ പ്രവർത്തിക്കുന്ന എങ്ങനെയാ? നന്മ പ്രവർത്തിക്കാനായിട്ടൊരു മനസ്സാണ് നമുക്കുള്ളത്. മറ്റുള്ളവർക്കായി നന്മ ചെയ്യുവാനായിട്ട്, നന്മ പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്നും സന്തോഷത്തോടെ ആയിരിക്കുവാനായിട്ടൊക്കെ പറ്റും. നല്ല ഒരു മനസ്സാണ് നമുക്ക് ആദ്യം വേണ്ടത്. അതിനായിട്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഓണം ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ കടന്നു വരേണ്ട ചിന്തയും അതാ. നന്മ പ്രവർത്തിക്കുന്ന ഒരു നല്ല സുദിനം അത് വരുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഓണാഘോഷ പരിപാടികൾ ആരംഭിക്കാം. വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ ഓണത്തോടനുബന്ധിച്ച് തയ്യാറായിട്ടുണ്ട്. മാവേലിയൊക്കെ അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുകയാണ് നമ്മളെ കാണാനായിട്ട്. അതുപോലെ തന്നെ പുലിയും ഒക്കെ ഉണ്ട്. എല്ലാം വളരെ ആഘോഷമായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ കലാപരിപാടികളൊക്കെ കാണുവാനായിട്ട് തയ്യാറായിരിക്കുന്ന ഈ അവസരത്തില് ഓണത്തിന്റെ മംഗളങ്ങൾ ഏവർക്കും ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ഈ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കുകയാണ്.
അച്ഛ, തിരി തെളിച്ച് മനസ്സിൽ സന്തോഷത്തിന്റെ ദീപം തെളിയിച്ചതിനും അച്ഛൻ നൽകിയ അമൂല്യമായ സന്ദേശത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി. ആ വാക്കുകൾ നമ്മുടെ എല്ലാ മനസ്സിലും ഹൃദയത്തിലും ഓണത്തിന്റെ യഥാർത്ഥ സന്ദേശം പതിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ചിരി പകരാൻ മനോഹരമായ ഒരു ഓണപ്പാട്ടുമായി എത്തുന്നു 1ാം ക്ലാസ്സിലെ കൊച്ചുമിടുക്കി വേദിക ശ്യാം. മനോഹരമായ ഈ ഗാനം കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഓണത്തിന്റെ ആനന്ദ ലോകത്തിലേക്ക് പറന്നു പോകും. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെന്നാർക്കുമുട്ടില്ല താനും. മാവേലി നാടു പണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെന്നാർക്കുമുട്ടില്ല താനും. കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളിവചനം. കള്ളം പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ആദികൾ വ്യാധികളൊന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല. ദുഷ്ടരെ കൺകൊണ്ടു കാണാനില്ല നല്ലവരല്ലാതെ ഇല്ല പാരിൽ. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെന്നാർക്കുമുട്ടില്ല താനും. വളരെ മനോഹരമായ ഓണപ്പാട്ട് അവതരിപ്പിച്ച 1ാം ക്ലാസ്സിലെ കൂട്ടുകാരിക്ക് ഒരു വലിയ കയ്യടി കൊടുക്കാം. ഇതുപോലെയുള്ള കൊച്ചു മനസ്സുകൾ കൊണ്ടാണ് ഓണത്തിന്റെ സ്നേഹം സത്യത്തിൽ മനോഹരമാവുന്നത്. ഇപ്പോൾ നമ്മുടെ ഓണാഘോഷത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഭാഗമാണ് വരാൻ പോകുന്നത്. ഓണം മലയാളികളുടെ മഹോത്സവമാണ്. സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശമാണ്. ഈ സന്തോഷ സന്ദേശം നമ്മുടെ മനസ്സുകളിൽ കൂടുതൽ ശക്തമാക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട സ്കൂൾ പ്രിൻസിപ്പൽ റെവറൻഡ് സിസ്റ്റർ സോഫിയെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ ദയവായി വേദിയിലേക്ക് എത്തി വിലപ്പെട്ട ഓണ സന്ദേശം നമ്മോടൊപ്പം പങ്കുവെക്കാമോ? ഓണോത്സവ ആഘോഷത്തിന്റെ അധ്യക്ഷനും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ടവനുമായ നമ്മുടെ സ്കൂളിന്റെ മാനേജർ റവറൻഡ് ഫാദർ ജോസഫ് മുണ്ടക്കൽ, വൈസ് പ്രിൻസിപ്പൽ സിസി ടീച്ചർ, നമ്മുടെ PTA വൈസ് പ്രസിഡന്റ് ശ്രീമതി ബിൻസി തോമസ്, പ്രിയമുള്ള അധ്യാപകരെ, അനധ്യാപകരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, എനിക്ക് ഏറ്റവും ഇഷ്ടവും വാത്സല്യവുമുള്ള എൻ്റെ കുഞ്ഞുമക്കളെ, ആദ്യമായി തന്നെ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെതും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെതുമായ ഒരു ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു. ഏറെ സ്നേഹത്തോടും ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടും അതിലേറെ നിറപുഞ്ചിരിയോടും കൂടെയാണ് നമ്മൾ എല്ലാവരും ഇവിടെ ആയിരിക്കുക. ഓണത്തപ്പനെ വരവേൽക്കുന്നതിന് വേണ്ടി മാവേലിയോടൊപ്പം നമ്മൾ ഓണപ്പാട്ടുകൾ പാടി ഓണക്കളികളിൽ ഏർപ്പെട്ട് നമ്മുടെ എല്ലാം സന്തോഷം നമ്മളിവിടെ പങ്കുവെക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കേരളം പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ മഹിമ വിളിച്ചറിയിക്കുന്ന ഒരു നാടാണ്.
അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന്. ദൈവത്തിന്റെ സ്വന്തം നാട്ടില് കലകൾക്കും സംസ്കാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും ഒത്തിരിയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മളെല്ലാവരും ജാതിമത ഭേദമന്യേ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ വള്ളംകളി ഒത്തിരിയേറെ പ്രാധാന്യം അർഹിക്കുന്ന, അതായത് ലോകത്തിൽ തന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളിടുന്നതായി അത്തപ്പൂക്കളം, അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി, അത്തപ്പൂക്കളം ഇടുമ്പോൾ എല്ലാ പൂക്കൾക്കും ഒരേ സ്ഥാനമാണുള്ളത്. ഇത് തന്നെ എന്താണ് നമ്മളെ സൂചിപ്പിക്കുന്നത്? സഹോദരത്തിന്റെയും സമത്വത്തിൻ്റെതുമായ ഒരു ഉത്സവമാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, മാവേലി അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നമുക്ക് വേണ്ടിയിട്ട് ദാനം ത്യജിച്ച ഒരു വ്യക്തിയാണ്. മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മഹാത്യാഗി എന്നാണ്. 3 മണ്ണ് ആവശ്യപ്പെടുമ്പോൾ, 3 അടി മണ്ണ് ആവശ്യപ്പെട്ടപ്പോൾ എടുത്തുകൊള്ളാൻ പറയുന്നു. അതിനുശേഷം മഹാവിഷ്ണു വലിയ ഒരു രൂപത്തിൽ അവതരിച്ച് 3 അടി മണ്ണിന് പകരം സ്വന്തം ജീവനെ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് മഹാബലി കടന്നു പോകുന്നു. നമ്മൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഓരോരുത്തർക്കും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനും, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ തന്നെ ത്യജിക്കുവാനും, മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുവാനുമുള്ള ഒരു അവസരമായി കൂടി നമ്മൾ ഈ ഓണാഘോഷത്തെ ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ശാന്തിയും സമാധാനവും സന്തോഷവും എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പൽ സമൃദ്ധിയും എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും നമ്മുടെ നാടിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നിങ്ങളുടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും നേരുന്നു. നമ്മുടെ സ്കൂളിനും നമ്മുടെ കേരളത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും മഹാബലിയിലൂടെ ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അർത്ഥവത്തമായ ഒരു സന്ദേശം നൽകി ഞങ്ങളെ ധന്യരാക്കിയതിന് നന്ദി പ്രിൻസിപ്പൽ സിസ്റ്റർ. ഓണത്തിന്റെ അർത്ഥവും നമുക്കിടയിലെ ഐക്യവും സിസ്റ്റർ പറഞ്ഞ വാക്കുകൾ കൂടുതൽ ശക്തമാക്കി. നമ്മൾ എല്ലായ്പ്പോഴും ഓർമ്മിക്കേണ്ടത് ഓണം ആഘോഷിക്കാൻ മാത്രമല്ല, സ്നേഹവും സഹകരണവും ജീവിതത്തിൽ നടപ്പിലാക്കാനുമാണ്. ഓണം സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഉത്സവമാണ്. സ്നേഹവും സഹകരണവും നിറഞ്ഞ ഇത്തരം ആഘോഷങ്ങൾക്ക് PTA പങ്കാളിത്തം എപ്പോഴും അമൂല്യമാണ്. ഇപ്പോൾ PTA വൈസ് പ്രസിഡന്റ് മിസ്സസ് ബിൻസി തോമസിന്റെ വിലയേറിയ സന്ദേശം കേൾക്കുവാനായി എല്ലാവരും ഒരുങ്ങും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ബഹുമാനപ്പെട്ട മാനേജർ അച്ഛൻ, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഇന്ന് നമ്മൾ ഇൻഫന്റ് ജീസസിന്റെ ഓണോത്സവം ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. പണ്ട് മഹാബലി രാജാവ് നമ്മുടെ കേരളം ഭരിച്ചിരുന്ന കാലത്തുണ്ടായിരുന്നത്തെ പോലെ സമാധാനവും സന്തോഷവും ഒത്തൊരുമയും എല്ലാവരിലോട്ടും പങ്കുവെക്കുക, അതാണ് നമ്മുടെ ഈ ഓണത്തിന്റെ സന്ദേശം. ഇവിടെ അതിമനോഹരമായ ഒരു പൂക്കളം വളരെ അധികം നേരത്തെ എത്തി, ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും കൂടി അടിപൊളി ഒരു ഓണപ്പൂക്കളം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ പൂക്കളത്തെക്കാൾ അധികം കളറായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് നിങ്ങളുടെ ഓരോ കുഞ്ഞു മക്കളുടെയും ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സൗഹൃദം, അതാണ് നമ്മൾ കഴിക്കാൻ പോകുന്ന പായസത്തെക്കാളും അതിമധുരമാകേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കളിയും ചിരിയും കൊണ്ട് ഇന്നിവിടെ എല്ലാവരുടെയും സൗഹൃദവും ഒത്തൊരുമയുമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഓണ സന്ദേശവും. നിങ്ങളുടെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരി കൊണ്ട് ഈ ഇൻഫന്റ്
ജീസസ് പബ്ലിക് സ്കൂൾ തന്നെ ഒരു ഓണക്കളമായി ഇന്ന് മാറണം. അപ്പം എല്ലാവർക്കും എല്ലാവിധമായ ഓണാശംസകൾ നൽകിക്കൊണ്ട് നമ്മൾ തുടങ്ങുവല്ലേ? തുടങ്ങുവാണോ? എന്നാ പറഞ്ഞേ, ആർപ്പോ കേട്ടില്ല? ഇർറോ? ഞാൻ ആർപ്പോ പറയുമ്പോ നിങ്ങൾ ഇഡ്രോ അല്ലേ പറയണ്ടേ? ആർപ്പോ ആർപ്പോ. നമ്മുടെ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാരുടെ മഹാബലി വാമന കഥ ആസ്വദിക്കുവാൻ തയ്യാറാകും. കൊച്ചു കൂട്ടുകാരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മഹാരാജാവ് നീണാൾ വാഴട്ടെ. രാജനർത്തകിമാർ അങ്ങയുടെ അനുവാദത്തിനായി കാത്തു നിൽക്കുന്നു. ആട്ടവും പാട്ടും തുടങ്ങട്ടെ. മന്ത്രി, നർത്തകിമാർക്കുള്ള സമ്മാനങ്ങൾ കൊണ്ടുവരൂ. പ്രഭു, അങ്ങേ മുഖം കാണിക്കാൻ കുറച്ചു പേർ കാത്തു നിൽക്കുന്നു. അവരോട് വരാൻ പറയൂ. മഹാരാജാ തിരുമനസ്സിനാളുവാഴട്ടെ. ഈ സമ്മാനങ്ങൾ സ്വീകരിച്ചാലും ഈ കാഴ്ചദ്രവ്യങ്ങളും സ്വീകരിച്ചാലും പ്രഭു. എന്തുപറ്റി? എന്താണ് ഇത്രയും അധികം കാഴ്ചദ്രവ്യങ്ങൾ? ഈ പ്രാവശ്യം ധാരാളം വിളവ് ലഭിച്ചിരിക്കുന്നു പ്രഭു. ഞങ്ങൾ ഗ്രാമവാസികൾ എല്ലാവരും വളരെ അധികം സന്തോഷത്തിലാണ്. ഈ സന്തോഷം അങ്ങയുമായി പങ്കുവയ്ക്കാൻ വന്നതാണ് ഞങ്ങൾ. കാഴ്ചദ്രവ്യങ്ങളെല്ലാം നാം സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. മന്ത്രി, എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ? പ്രജകളെല്ലാം വളരെയധികം സന്തോഷത്തിലാണ് പ്രഭു. എവിടെയും സുഖവും സമാധാനവും മാത്രം. അതെയോ? നമ്മുടെ പ്രജകൾക്ക് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ സാധിച്ചതിൽ നാം അഭിമാനം കൊള്ളുന്നു. എല്ലാം അങ്ങയുടെ അനുഗ്രഹം. മഹാബലി തമ്പുരാൻ ദേവേന്ദ്രനോ? എല്ലാവരും ഉണ്ടല്ലോ. ദേവലോകത്ത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാം അറിയുന്ന അങ്ങ് എന്താണ് ഇങ്ങനെയെല്ലാം പറയുന്നത്? അപ്പോ ദേവലോകത്തിന്റെ സ്ഥിതി അത്ര പന്തിയല്ല. മാത്രവുമല്ല, ദേവലോകം ഇപ്പോൾ ഭീഷണിയുടെ വക്കിലുമാണ്. ഇങ്ങനെ പോയാൽ ആരെയും മോഹിപ്പിക്കുന്ന ദേവലോകം നമ്മൾക്ക് നഷ്ടമാകും. എങ്ങനൊക്കെ പറയാൻ എന്ത് പറ്റി ദേവേന്ദ്ര? അങ്ങ് ഭൂമിയിൽ കേരളം എന്ന് പേരുള്ള ഒരു ദേശത്ത് മഹാബലി എന്ന് പേരുള്ള ഒരു അസുര രാജാവ് തന്റെ നല്ല ഭരണം കൊണ്ട് അവിടം സ്വർഗതുല്യമാക്കിയിരിക്കുന്നു. പക്ഷെ അതൊരു നല്ല കാര്യമല്ലേ ദേവേന്ദ്ര? പക്ഷെ ഇങ്ങനെ പോയാൽ ആ മഹാബലി നമ്മുടെ ദേവലോകം കൂടി ആക്രമിച്ച് കീഴ്പ്പെടുത്തും. നമ്മുടെ സ്ഥിതി അപകടത്തിലാവും. അങ്ങുടൻ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. ഞങ്ങളെ രക്ഷിക്കണം. ദേവലോകത്തെ രക്ഷിക്കണം പ്രഭോ. ശരി, വിഷമിക്കണ്ട. നാം ഉടനെ വാമന വേഷത്തിൽ അവതരിക്കുന്നുണ്ട്. വേണ്ടത് ചെയ്യാം. പ്രഭോ, ഒരു സാധു ബ്രാഹ്മണൻ അങ്ങേ മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു. അദ്ദേഹത്തോട് വരാൻ പറയൂ. നമസ്കാരം മഹാരാജൻ. എന്താണ് ബ്രാഹ്മണ കുമാര അങ്ങയുടെ വരവിന്റെ ഉദ്ദേശം? പ്രഭോ, അങ്ങ് ധർമ്മിഷ്ഠനും മഹാദാനശീലനുമാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ സാധു ബ്രാഹ്മണന് ഒരു ചെറിയ ആഗ്രഹവുമുണ്ട്. ബ്രാഹ്മണനായ താങ്കൾ എന്താവശ്യപ്പെട്ടാലും നാം അത് സാധിച്ചു തരും. എന്തു വേണമെങ്കിലും താങ്കൾക്ക് എന്നോട് ചോദിക്കാം. താങ്കളുടെ വലിയ മനസ്സിന് നന്ദി. എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല. വെറും 3 അടി മണ്ണ് മാത്രം മതി. ഞാൻ അത് അളന്നെടുത്ത് കൊള്ളാം. വെറും 3 അടി മണ്ണോ?
താങ്കൾക്ക് എത്ര ഭൂമി വേണമെങ്കിലും അളന്നെടുക്കാം. വേണ്ട പ്രഭോ, എനിക്ക് 3 അടി മണ്ണിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതിനനുവാദം നൽകിയാലും അങ്ങയുടെ ഇഷ്ടം പോലെയാവട്ടെ. മഹാവിഷ്ണുവിന്റെ അവതാരമായ വാമനൻ അനന്തരം ആകാശം മുട്ടെ ഭീമാകാര രൂപമായി വളർന്നു. 1-ാമത്തെ അടികൊണ്ട് ഭൂമിയും 2-ാമത്തെ അടികൊണ്ട് സ്വർഗവും അളന്നെടുത്തു. 3-ാമത്തെ അടിവെക്കാൻ സാധിക്കാതെ നിൽക്കുന്ന വാമനൻ. മഹാരാജൻ, അങ്ങ് ഈ സാധു ബ്രാഹ്മണന് നൽകിയ വാക്കു പാലിക്കണം. 3-ാമത്തെ അടി ഞാൻ എവിടെ വെക്കും? ബ്രാഹ്മണ ശ്രേഷ്ഠ, നമുക്ക് മരണത്തെ ഭയമില്ല. അതിലും വലുതാണ് നാം കൊടുത്ത വാക്ക്. 3-ാമത്തെ അടി നമ്മുടെ ശിരസിൽ ചവിട്ടി നമ്മളെ പാതാളത്തിലേക്ക് അയച്ചാലും. മഹാബലി, നാം മഹാവിഷ്ണുവാണ്. താങ്കളുടെ ധർമ്മിഷ്ഠതയിൽ നാം സംപ്രീതനായിരിക്കുന്നു. പാതാളത്തിലേക്കുള്ള യാത്രക്ക് മുമ്പ് എന്ത് വരമാണ് താങ്കൾക്ക് വേണ്ടത്? പ്രഭോ, ഞാൻ എന്റെ ജീവിതം മുഴുവൻ എന്റെ പ്രജകളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ചിലവഴിച്ചത്. വർഷത്തിലൊരിക്കൽ അവരെ സന്ദർശിക്കാനും സുഖവിവരം അന്വേഷിക്കാനും അനുവാദം തരണം. തീർച്ചയായും. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ അങ്ങേക്ക് പ്രജകളെ സന്ദർശിക്കാൻ അനുവാദം നൽകിയിരിക്കുന്നു. വിജയീ ഭവ. അനന്തരം വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്നു. ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ മഹാബലി തന്റെ പ്രജകളെ കാണാൻ വരുന്നു എന്നതാണ് ഓണത്തിന്റെ ഐതിഹ്യം. കായലിലെ കെട്ടുവെള്ളം കുഴയുമ്പം പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ, പുഞ്ചക്കിനി വെള്ളം തേവണം. കള്ളിക്കുയിലേ, തഞ്ചത്തില് മീനും പിടിക്കണം. വേമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതിമി തിമൃതൈ. അമ്പിളി ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിമി തിമൃതൈ. കുട്ടനാടൻകായലിലെ കെട്ടുവെള്ളം തുഴയുമ്പം പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. തിര തിര ചെറുതിര തുള്ളും, തിര 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 മറുതിര തുള്ളും. ചെറുകരയോളം മറുകരയോളം. തിര 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 ചെറുതിര തുള്ളും, തിര 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 മറുതിര തുള്ളും. ചെറുകരയോളം മറുകരയോളം. ഒരു തിര തിര ഇരുതിര, തിര ചെറുതിര തിര മറുതിര. തിര കരയോട് തിരമല്ല കടലിന്റെ കഥ ചൊല്ലി. തിരയോട് കരമല്ല മലയുടെ കഥ ചൊല്ലി. അതു പിന്നെ മലയോട് പുഴയുടെ കഥ ചൊല്ലി. അതു പിന്നെ മുകിലോട് മഴയുടെ കഥ ചൊല്ലി. കടങ്കഥകൾ പഴങ്കഥകൾ അവയുടെ ചിറകുരുമി പദം പറഞ്ഞിനി പറന്നുയരാ.
നിങ്ങൾ തമ്മിൽ മാറരുത് ഒരിക്കലും. നമസ്കാരം എല്ലാവർക്കും എനിക്ക് സംസാരിക്കാൻ കിട്ടിയിരിക്കുന്ന വ്യക്തി എൻ്റെ പ്രിയ സുഹൃത്തായ അർപ്പിതയാണ്. ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ആഴം 8 വർഷത്തേതാണ്. ഞാൻ 2ാം തരത്തിൽ പഠിക്കുമ്പോഴാണ് അർപ്പിതയെ ആദ്യമായി കാണുന്നത്. ഒരു സഹപാഠി എന്നതിലുപരി ഒരു സഹോദരി എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ അപകടഘട്ടത്തിലും എൻ്റെ കൂടെ നിൽക്കുന്ന നല്ലൊരു സുഹൃത്താണ് അർപ്പിത. കലാകായിക രംഗങ്ങളിൽ മുൻനിരയിൽ തന്നെ അർപ്പിത എന്നും ഉണ്ടാവും. സന്തോഷവും സങ്കടവും എല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് പങ്കുവച്ചത്. ഈ ഓണക്കാലവും ഞങ്ങൾ ഈ വിദ്യാലയത്തിൽ ഒരുമിച്ച് ആഘോഷിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. Chess number 1-3. Chess number 1-3. മാന്യ സദസ്സിന് എന്റെ വിനീതമായ കൂപ്പുകൈ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മലയാളി മംഗ എന്ന മത്സരത്തിന് ആദ്യപടിയായിട്ടുള്ള സഹപാഠിയെ പറ്റി പറയാനുള്ള ഇതിലേക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് കിട്ടിയിരിക്കുന്നത് ത്രേയാണ്. ത്രേയെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ വളരെ നല്ലൊരു സുഹൃത്താണ്. ഞാൻ ആദ്യമായി ത്രേയെ കാണുന്നത് 2ാം ക്ലാസ് മുതലാണ്. 2ാം തരം മുതൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ വളരെ അടുത്തത് ഒരു 8ാം ക്ലാസ്സിൽ വെച്ചിട്ടായിരുന്നു. പിന്നെ കലഹങ്ങളും ഇടയ്ക്ക് അടികളും ഒക്കെ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. അതെല്ലാം മാറ്റി ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒരു ഇത് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഇവിടെ കുറച്ചു നേരം മുമ്പ് ഓണ സന്ദേശം നൽകിയപ്പോൾ ഞാൻ ശ്രദ്ധിക്കാനായിട്ട് ഇടയായ ഒരു കാര്യമുണ്ട്. ശ്രീമതി ബിൻസി തോമസ് പറഞ്ഞൊരു വാചകമുണ്ട്, സുഹൃത്ത് ബന്ധമാണ് പായസത്തെക്കാൾ ഏറെ മധുരം. അതുപോലെയാണ് നമ്മുടെ സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത്. സുഹൃത്ത് ബന്ധത്തിനേക്കാൾ ഏറെ മധുരമുള്ള മറ്റൊന്നും ഈ ലോകത്തില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നന്ദി, നമസ്കാരം. അടുത്ത മത്സരാർത്ഥി ചെസ് നമ്പർ 1-3. നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളെ പറ്റിയിട്ടാണ്. വേറെ ആരുമല്ല, നിവേദിതയാണ്. ഞാൻ ഇവിടെ LKG പഠിക്കുമ്പോൾ തൊട്ട് നിവേദന ഞാൻ കാണുന്നത്. എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എനിക്ക് നിവേദന എടുത്തെന്ന് പറയും. ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. മാത്രമല്ല നല്ലൊരു കലാകാരിയാണ്. നല്ലപോലെ പടം വരയ്ക്കും, നല്ലപോലെ പാട്ട് പാടും. എന്താവശ്യം ഉണ്ടെങ്കിലും ചെയ്തു തരും, ഒരു മടിയും കാണിക്കാതെ. ഇപ്പം എന്തേലും ഒരു കാര്യം ചെയ്തു തരാൻ പറഞ്ഞാൽ ഒരു മടിയും കാണിക്കാതെ എല്ലാം ചെയ്തു തരും. എനിക്ക് ഭയങ്കര അധികം ഇഷ്ടമുള്ള ഒരാളാണ്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അടുത്ത മത്സരാർത്ഥി ചെസ് നമ്പർ 1-4. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ആദ്യമേ തന്നെ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ നേരുന്നു.
ഈ വേദിയിൽ എനിക്ക് പറയാൻ കിട്ടിയ സുഹൃത്തിനെ പറ്റി പറയുവാണെങ്കിൽ ഞങ്ങളുടെ തരത്തിലെ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടീനെ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ശങ്കർദേവിനെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ശങ്കർദേവിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമേ ഓർമ്മ വരിക, നന്നായിട്ട് പഠിക്കും. നമുക്കിപ്പോൾ പരീക്ഷയുടെ ഇച്ചിരി നേരം മുമ്പ് തന്നെ എന്തെങ്കിലും സംശയമൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ശങ്കറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ശങ്കർ അത് പറഞ്ഞു തരും. നന്നായിട്ട് മനസ്സിലാക്കി എല്ലാം തരും. ക്ലാസ് വെച്ചാണേലും ഇപ്പം അധ്യാപകർ പഠിപ്പിക്കുന്ന എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ശങ്കറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ശങ്കർ അത് നന്നായിട്ട് പറഞ്ഞു തരും. ചിലപ്പം ഇല്ലാത്ത കാര്യം വരെ ശങ്കർ പറഞ്ഞു തന്ന് മനസ്സിലാക്കി തരും. പിന്നെ ശങ്കറിന് ഭയങ്കര ശാസ്ത്രം അങ്ങനത്തെ സംഭവത്തിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് അതിനെപ്പറ്റിയൊക്കെ കുറെ അറിവ് കിട്ടി ശങ്കറിനോട് വർത്താനം പറഞ്ഞ്. എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ ശങ്കർ ഇങ്ങനെ ഓരോന്നിനെ ശാസ്ത്രത്തെ പറ്റിയും ഗ്രഹങ്ങളെ പറ്റിയും അങ്ങനെ കുറെ പറഞ്ഞൊക്കെ തരും. നന്നായിട്ട് പഠിക്കുന്നതുകൊണ്ട് പിന്നെ